ഹായ്, വെൽക്കം ടു എക്സ്ട്രാ ലേണിംഗ് ആപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് ലോയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ സീരീസ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് അതിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുവരെ പാറ്റേൺ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാസ്റ്റ് ഇയർ പാറ്റേൺ നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ടോപ്പിക്സും അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള ആൻസേഴ്സും എങ്ങനെ സോൾവ് ചെയ്യാം, ആ ഒരു മോഡലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം വെയിറ്റേജ് അനാലിസിസ് നോക്കാം. ഏതൊക്കെ ടോപ്പിക്സിനാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, അപ്പൊ ഏത് കീ ഏരിയാസ് പഠിച്ചാലാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന പോർഷൻസ്, അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കി നമ്മൾ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ബ്ലോക്ക് 1 ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ്. ഫസ്റ്റ് ബ്ലോക്കിലെ ജനറൽ ലോ ഓഫ് കോൺട്രാക്റ്റിലെ യൂണിറ്റ് 1 എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. സോ ഇതില് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് എ കോൺട്രാക്ട്. നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്, എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. കോൺട്രാക്ട് എന്താണ് നമുക്കറിയാം. എഗ്രിമെന്റ്സ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ് കോൺട്രാക്ട്സ് എന്നറിയാം. പിന്നെ സെക്ഷൻ 10 ഡെഫിനിഷൻ ഉണ്ട്. All agreements are contract if they are made with the free consent of parties competent to contract for a lawful consideration, for a lawful object and not expressly declared to be void. So our definition pinne agreement, all agreements are contract but all agreements are not all contracts are agreement but all agreements are not contract ennulla statement important aanu. Then difference between agreement and contract very important aanu. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് എന്താണ് എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്? അതിൽ ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ എന്താണ്, കപ്പാസിറ്റി എന്താണ്, ഫ്രീ കൺസെന്റ് എന്താണ്, ലീഗാലിറ്റി എന്താണ്. നമുക്കറിയാം ഓഫർ ഉണ്ടെങ്കിലേ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഓഫർ അക്സെപ്റ്റ് ചെയ്താലേ പ്രോമിസ് ആവുള്ളൂ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴേ നമ്മുടെ പ്രോമിസ് എഗ്രിമെന്റ് ആവുന്നുള്ളൂ. ദെൻ കൺസിഡറേഷൻ വേണം, കപ്പാസിറ്റി ഉണ്ടാവണം. എല്ലാവർക്കും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അതിന് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ നമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്നു. മൈനർക്ക് പറ്റില്ല, അൺസൗണ്ട് മൈൻഡിന് പറ്റില്ല, അതേപോലെ ലീഗലി ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പറ്റില്ല. ദെൻ ഫ്രീ കൺസെന്റ് വേണം, നിർബന്ധിച്ചുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ പാടില്ല. ദെൻ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവണം, ഒബ്ജക്റ്റ് ലീഗൽ ആയിരിക്കണം, ലീഗൽ തിങ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇല്ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ കണ്ടു ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്സ് ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. ഇനി നമ്മൾ നോക്കുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇതുവരെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് എ കോൺട്രാക്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് വിത്ത് എക്സാമ്പിൾസ്. നമ്മുടെ അടുത്ത് ചോദിക്കും എന്താണ് ഒരു കോൺട്രാക്ട്. കോൺട്രാക്ട് ആവുന്ന സമയത്ത് എഗ്രിമെന്റ്, കൺസിഡറേഷൻ അതെല്ലാം എഴുതി. പിന്നെ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് നമ്മളൊരു 10 പോയിന്റ്സ് ഉണ്ട്. ഓഫർ വേണം, അക്സെപ്റ്റൻസ് വേണം, കൺസിഡറേഷൻ വേണം, കപ്പാസിറ്റി വേണം, അതേപോലെ ഫ്രീ കൺസെന്റ് വേണം. സോ അങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും പ്ലസ് ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ് വെച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വാട്ട് ഈസ് എ കോൺട്രാക്ട് ആൻഡ് വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. സെക്കൻഡ് യൂണിറ്റ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിൽ പറയുന്നത് നമ്മുടെ കീ ടോപ്പിക്സ് കവേർഡ് എന്ന് പറയുന്നത് എന്താണ് ഓഫർ, എന്താണ് അക്സെപ്റ്റൻസ്, ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഡെഫിനിഷൻ ഓഫ് ഓഫർ ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്സെപ്റ്റൻസ്. ദെൻ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫറിന് ഉള്ള ലീഗൽ റൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ഓഫർ വാലിഡ് ആവുക. നമുക്കറിയാം ഓഫർ സർട്ടൈൻ ആയിരിക്കണം, ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓഫർ വന്നിട്ട് വേഗ് ആവാൻ പാടില്ല. സോ അങ്ങനെയുള്ള കുറച്ച് ലീഗൽ റൂൾസ് ഉണ്ട്, ആ റൂൾസ് എഴുതി വെക്കാം. ദെൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിവോക്കേഷൻ. സോ എങ്ങനെയാണ് ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതേപോലെ റിവോക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്, അങ്ങനെയുള്ളതെല്ലാം കവേർഡ് ചെയ്യണം. ദെൻ ടൈപ്സ് ഓഫ് ഓഫേഴ്സ്, ജനറൽ ഓഫർ, സ്പെസിഫിക് ഓഫർ, ക്രോസ് ഓഫർ, സ്റ്റാൻഡിംഗ് ഓഫർ, ഇംപ്ലൈഡ് ഓഫർ. സോ ജനറൽ ആയിട്ടുള്ള ഓഫർ എന്താണ്, സ്പെസിഫിക് ഓഫർ എന്താണ്, ക്രോസ് ഓഫർ എന്താണ്, സ്റ്റാൻഡിംഗ് ഓഫർ എന്താണെന്നൊക്കെ നമ്മൾ നോക്കി വെക്കണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ. നമുക്കറിയാം ഓഫർ എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ അല്ല, തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കാനുണ്ട്. ഇതിൽ നമുക്ക് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ, കമന്റ്.
സോ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത് ഒരു ഓഫർ അല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നമ്മുടെ മെറ്റീരിയലിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മളോട് കമന്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഓഫർ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് വേണോ, ഇത് വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നാൽ ഇത്ര രൂപ തരാം, അങ്ങനെ പറയുന്നതാണ് ഓഫർ. അല്ലാതെ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങളൊരു ഓഫർ വെക്കൂ എന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. സോ ഇൻവിറ്റേഷൻ ടു ഓഫറും രണ്ടും രണ്ടാണ്. സോ ആ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതിന് നമുക്ക് എക്സാമ്പിൾസ് എഴുതാൻ കഴിഞ്ഞാൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 3 വരുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ്. ഏതൊക്കെ ആൾക്കാർക്കാണ് കോൺട്രാക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് കോൺട്രാക്ട് ഫോം ചെയ്യാൻ പറ്റുക? എല്ലാവർക്കും പറ്റില്ല. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, നമ്മുടെ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ കോമ്പീറ്റന്റ് പാർട്ടീസ്. ആരൊക്കെയാണ് ആ കോമ്പീറ്റന്റ് പാർട്ടീസ്? ആരൊക്കെയാണ് കോമ്പീറ്റന്റ് അല്ലാത്ത പാർട്ടീസ്? ദെൻ മൈനേഴ്സ് എഗ്രിമെന്റ്. മൈനേഴ്സിന് ജനറലി കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല, അത് വോയിഡ് ആണ്. പക്ഷേ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ എക്സംഷൻ എന്ന് ചോദിക്കാം. ദെൻ കോൺട്രാക്ട് ഫോർ നെസസറീസ്. നെസസറീസിന്റെ കേസിലുള്ള കോൺട്രാക്ട്സ് എങ്ങനെയാണ്? ദെൻ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്. എന്താണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്? ആരൊക്കെയാണ് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ? നമുക്കറിയാം, നമുക്ക് ഏലിയൻ എനിമി അറിയാം, ഏലിയൻ എനിമി പറ്റില്ല. ദെൻ കമ്പനീസിന് MOA പറഞ്ഞിട്ടില്ലെങ്കിൽ പറ്റില്ല. ദെൻ കൺവിക്ട്സുകൾക്ക് പറ്റില്ല, കോടതി ശിക്ഷിച്ച ആൾക്കാർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഇൻസോൾവെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ദെൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. നമുക്കറിയാം മേജർ ആവണം, അതേപോലെ അയാള് സൗണ്ട് മൈൻഡ് ആവണം, പിന്നെ നമുക്കറിയാം അയാൾ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് NDC ആയിരിക്കണം. ആൻഡ് വാട്ട് ആർ ദി എക്സ്പ്ലെയിൻ ദ ലീഗൽ പൊസിഷൻസ് ഓഫ് ദി കോൺട്രാക്ട് വിത്ത് മൈനേഴ്സ്. മൈനേഴ്സുമായിട്ടുള്ള കോൺട്രാക്ടിന്റെ ലീഗൽ പൊസിഷൻസ് എന്താണ്? നമുക്കറിയാം നോ റാറ്റിഫിക്കേഷൻ. മേജർ ആയി കഴിഞ്ഞാൽ നോ റാറ്റിഫിക്കേഷൻ ഒന്നും ഇല്ല. അതേപോലെ നെസസറീസ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ മൈനറുടെ എസ്റ്റേറ്റ് ലയബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജനറൽ സ്റ്റെപ്സ് നമുക്കറിയാം. സോ ഇത് ഈ ഒരു യൂണിറ്റിലെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Who is competent to contract and what is the legal positions of contract with minors? Then moving forward നമുക്ക് 4th യൂണിറ്റിലേക്ക് പോവാം. 4th യൂണിറ്റിലാണ് ഫ്രീ കൺസെന്റ് എന്താണെന്ന് പറയുന്നത്. ഫ്രീ കൺസെന്റ് നമുക്കറിയാം കോൺട്രാക്റ്റിൽ ഒരു എസെൻഷ്യൽ എലിമെന്റ് തന്നെയാണ്. കൺസെന്റ് ഷുഡ് ബി ഫ്രീ ആയിട്ട് സമ്മതിച്ചാൽ മാത്രം. ഫ്രീ ആയിട്ട് സമ്മതിക്കാന്ന് വെച്ചാൽ പൈസ തരാതെ അല്ല, ആരും ഫോഴ്സ് ചെയ്യാതെ, ആരും നിർബന്ധിക്കാതെ വേണം അയാൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. സോ ദി മീനിങ് ഓഫ് കൺസെന്റ് ആൻഡ് ഫ്രീ കൺസെന്റ് നമ്മൾ ആ ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ കോഷൻ എന്താണ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്, ഫ്രോഡ് എന്താണ്, മിസ്റെപ്രസെന്റേഷൻ എന്താണ്, മിസ്റ്റേക്ക് എന്താണ്. ഈ ഒരു 5 എലമെന്റ് ആണ് ഫ്രീ കൺസെന്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. സോ ഈ 5 എലമെന്റ് എന്താണ് നമ്മൾ വൃത്തിക്ക് നോക്കിയിട്ടുണ്ടാവണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. കോഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ദെൻ എഫക്ട് ഓഫ് ലാക്ക് ഓഫ് ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ എഫക്റ്റ് ആയിട്ട് വരിക? എന്താണ് അതിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? ആ കോൺട്രാക്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? സോ എഫക്ട് ഓഫ് ഫ്രീ കൺസെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൈൻ കോഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദം ടു. നമുക്കൊരു പെട്ടിയുണ്ട്, നമ്മള് ഒരു പെട്ടി വരച്ചിട്ട് എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. നമുക്കറിയാം കോഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു IPCക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ലോക്ക് ഫോർബിഡൻ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യുന്നുണ്ട്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഒരു പവർ ഉള്ള ഒരാൾ, ഒരു ഡൊമിനേറ്റിംഗ് പവർ ഉള്ള ഒരാൾ, ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാൾ മറ്റേയാളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ രണ്ടും വോയിഡബിൾ ആണ്. രണ്ട് ആക്ടിവിറ്റി ചെയ്താലും അത് വോയിഡബിൾ ആണ്. പിന്നെ നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 2. ബ്ലോക്ക് 2 ഫസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 5, യൂണിറ്റ് നമ്പർ 5 വരുന്നത് കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്. കൺസിഡറേഷൻ ഉണ്ടാവണം, അതേപോലെ ഒബ്ജക്ട്
ലീഗൽ ആയിരിക്കണം. നമുക്കറിയാം ഡെഫിനിഷൻ ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് കൺസിഡറേഷൻ. സോ ഇതിൽ നമ്മൾ കവർ ചെയ്യേണ്ട മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് കൺസിഡറേഷൻ. കൺസിഡറേഷന്റെ ഡെഫിനിഷൻ എന്താണ്, ലീഗൽ റൂൾസ് ഓഫ് കൺസിഡറേഷൻ എന്താണെന്ന് നോക്കണം. ദെൻ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡറേഷൻ എന്തില്ല, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ല എന്നാണ് പറയാറ്. പക്ഷേ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ചില കേസുകളിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യും. അതിന്റെ എക്സംഷൻസ് എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അഡീക്വസി ഓഫ് കൺസിഡറേഷൻ. ജനറലി പറയുകയാണെങ്കിൽ കൺസിഡറേഷൻ ഉണ്ടായാൽ മതി, ആ കൺസിഡറേഷൻ അഡീക്വേറ്റ് ആവണമെന്ന് എവിടെയും പറയുന്നില്ല. കൺസിഡറേഷൻ ഇൻഅഡീക്വേറ്റ് ആയാലും കുഴപ്പമില്ല. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാനുണ്ട്. കൺസിഡറേഷൻ അഡീക്വേറ്റ് ആവണോ, ഇൻഅഡീക്വേറ്റ് ആയാൽ കുഴപ്പമുണ്ടോ? അഡീക്വേറ്റ് കൺസിഡറേഷൻ ആവണം, പക്ഷെ ആ വാല്യൂലുള്ള കൺസിഡറേഷൻ ആവണം എന്നില്ല. ദെൻ ദ ലോഫുൾ ആൻഡ് അൺലോഫുൾ കൺസിഡറേഷൻ ഒബ്ജക്ട്. എന്തൊക്കെയാണ് ലോഫുൾ കൺസിഡറേഷൻ, എന്തൊക്കെയാണ് അൺലോഫുൾ കൺസിഡറേഷൻ? നമുക്കറിയാം ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആണെങ്കിൽ, വേറെ ആരെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ അതെല്ലാം അൺലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷനും അൺലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുമാണ്. സോ എന്താണ് അൺലോഫുൾ കൺസിഡറേഷൻ, എന്താണ് അൺലോഫുൾ ഒബ്ജക്റ്റ്, ആ ചാപ്റ്ററിൽ നമ്മൾ നന്നായിട്ട് നോക്കാനുണ്ട്. ദെൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ കൺസിഡറേഷൻ ആൻഡ് ഡിസ്കസ് എക്സംഷൻസ് ടു ദ റൂൾ ഓഫ് നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. സോ എന്താണ് കൺസിഡറേഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്കറിയാം കൺസിഡറേഷൻ എന്ന് പറയുന്നത് സംതിങ് ഇൻ റിട്ടേൺ ആണ്. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം, നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കണം. അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് ഉണ്ട്. സോ ജനറൽ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. പക്ഷെ ചില സമയത്ത് കൺസിഡറേഷൻ ഇല്ലെങ്കിലും കോൺട്രാക്ട് ഉണ്ട്. സോ എന്താണ് അതിന്റെ എക്സംഷൻസ് നോക്കാം. പിന്നെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ടിന്റെ ആ റൂളിന്റെ എക്സംഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 6 ആണ്. യൂണിറ്റ് 6 വോയിഡ് എഗ്രിമെന്റ്സ് ആൻഡ് കണ്ടിജന്റ് കോൺട്രാക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൽ നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് വോയിഡ് എഗ്രിമെന്റ്സ്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. നമുക്കറിയാം മാരേജിന് റെസ്ട്രെയിന്റ് ആയിട്ടുള്ളത്, ട്രേഡിന് റെസ്ട്രെയിന്റ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള എന്തൊക്കെയാണ് വോയിഡ് എഗ്രിമെന്റ്സ്, അതിന്റെ എക്സാമ്പിൾസ്. ദെൻ എഗ്രിമെന്റ്സ് ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ് എന്തൊക്കെയാണ്. ദെൻ എഗ്രിമെന്റ് റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് എന്താണ്, എഗ്രിമെന്റ് റിസ്ട്രെയിന്റ് ഓഫ് മാരേജ് എന്താണ്, എഗ്രിമെന്റ് റിസ്ട്രെയിന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് എന്താണ്, അതിന്റെ ഒരു സ്റ്റഡി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കണ്ടിജന്റ് കോൺട്രാക്ട്സ്, അതിന്റെ ഡെഫിനിഷനും റൂൾസും. ഇതെല്ലാമാണ് ഈ ഒരു നമ്മുടെ യൂണിറ്റിൽ കവർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആൻ എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് ഈസ് വോയിഡ്, ഡിസ്കസ് വിത്ത് എക്സംഷൻ. സോ എഗ്രിമെന്റ് ഇൻ റിസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. അതിന്റെ എക്സംഷൻസ് എന്താണ്, എക്സംഷൻസും കൂടി ചേർത്ത് ഡിസ്കസ് ചെയ്യാൻ പറയുന്നു. സോ ഇത് എക്സ്പെക്ടഡ് ആയിട്ട് വരുന്നതാണ്. സോ ഇതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അടുത്ത യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. എന്താണ് കോൺട്രാക്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുക. സോ മീനിങ് ഓഫ് പെർഫോമൻസ് എന്താണ് നമ്മൾ പഠിക്കണം. ദെൻ പെർഫോമൻസ് എഗ്രിമെന്റ് ഇമ്പോസിബിലിറ്റി ലാപ്സ് ഓഫ് ടൈം ബ്രീച്ച്. സോ നമുക്ക് പെർഫോമൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എഗ്രിമെന്റ് ഇമ്പോസിബിലിറ്റി ലാപ്സ് ഓഫ് ടൈം ആൻഡ് ബ്രീച്ച്. സോ അങ്ങനെയൊക്കെയാണ് കോൺട്രാക്ട് ഡിസ്ചാർജ് ആവുക. ദെൻ ഡോക്ട്രിൻ ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി. സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് വെച്ചാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അത് പോസിബിൾ ആയിരുന്നു, പിന്നീട് അത് ഇമ്പോസിബിൾ ആയി മാറി. അതിനെയാണ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് അല്ല, പക്ഷെ കോൺട്രാക്ട് ആയി കൺസിഡർ ചെയ്യുന്നു. സോ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡോക്ട്രൈൻ ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി വിത്ത് എക്സംഷൻ. എന്താണ് ഡോക്ട്രൈൻ ഓഫ് സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി, അതിന്റെ എക്സംഷൻസ് എന്തൊക്കെയാണ്. പിന്നെ യൂണിറ്റ് 8 വരുന്നത് റെമഡീസ് ഫോർ ബ്രീച്ച് ആൻഡ് ക്വാസി കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ അഗ്രീഡ് പാർട്ടിക്ക് എന്തൊക്കെ റെമഡിയാണുള്ളത്. അതിൽ ഡാമേജസ് ഉണ്ട്, സ്പെസിഫിക് പെർഫോമൻസ് ഉണ്ട്, ഇൻജങ്ഷൻസ് ഉണ്ട്, റെസിഷൻ ഉണ്ട്. സോ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം വരാം, വാട്ട് ആർ ദി റെമഡീസ്. ദെൻ ലിക്വിഡേറ്റഡ് ഡാമേജസ് വേഴ്സസ് പെനാൽറ്റി. പെനാൽറ്റി എന്താണ്, ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്താണ്,
ക്വാണ്ടം മെറിറ്റ് എന്താണ്, ദെൻ നേച്ചർ ഓഫ് കോസി കോൺട്രാക്ട്, കോസി കോൺട്രാക്ടിന്റെ ഫീച്ചേഴ്സും നേച്ചറും എങ്ങനെയാണ്. ഇനി മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ റെമഡീസ് അവൈലബിൾ ടു എ അഗ്രീഡ് പാർട്ടി ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്ട് ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ അഗ്രീഡ് പാർട്ടിക്ക് കിട്ടുന്ന റെമഡീസ് എന്തൊക്കെയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ബ്രീച്ച് എന്താണ്, ബ്രീച്ച് വരുത്തി കഴിഞ്ഞാൽ റെമഡി എന്താണെന്നാണ്. ദെൻ സ്പെസിഫിക് കോൺട്രാക്ട് നെക്സ്റ്റ് ബ്ലോക്ക് ആണ് സ്പെസിഫിക് കോൺട്രാക്ട്. സോ ബ്ലോക്ക് 3 നമ്മൾ ആദ്യം പഠിച്ചത് ജനറൽ കോൺട്രാക്ട് ആയിരുന്നു. ഇപ്പൊ നമ്മൾ സ്പെസിഫിക് കോൺട്രാക്ട് പഠിച്ചു. അതിൽ യൂണിറ്റ് 9 ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ്, റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഷുവർട്ടി, ഷുവർട്ടിയുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്താണ്, ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി, ഷുവർട്ടി എപ്പോഴാണ് ഡിസ്ചാർജ് ആവുക, ദെൻ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്താണ്, എന്താണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ദെൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, എക്സ്പ്ലെയിൻ ദ റൈറ്റ് ഓഫ് surety against principal debtor, creditor and co-sureties. So ഷുവർട്ടിക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്കെതിരെയും ക്രെഡിറ്റർക്കെതിരെയും co-suretyക്കെതിരെയുള്ള റൈറ്റ് എന്താണ്. സോ റൈറ്റ് ഓഫ് ഷുവർട്ടിയും അതേപോലെ നമ്മുടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താന്നുള്ളത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിന് നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇതിൽ അടുത്ത യൂണിറ്റ് വരുന്നത് ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ആണ്. അതും ഒരു തരത്തിലുള്ള സ്പെഷ്യൽ കോൺട്രാക്ട് തന്നെയാണ്. സോ അതിൽ നമ്മൾ ബെയിൽമെന്റിന്റെ എസെൻഷ്യൽസ് എന്താണ് നമുക്കറിയാം. ഡെലിവറി ഉണ്ട്, സാധനം റിട്ടേൺ ചെയ്യണം, അതൊരു പർപ്പസിന് വേണ്ടിയാണ്. ദെൻ ബെയിൽമെന്റ് എന്താന്ന് നമ്മൾ പഠിക്കണം. ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. സോ ബെയിലിയർ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ആളാണ്, ബെയിലി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആളാണ്. സോ അവരുടെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്. ദെൻ ലീൻ, പർട്ടിക്കുലർ ലീൻ എന്താണ്, ജനറൽ ലീൻ എന്താണ്. സോ ലീൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ദെൻ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, ഒരു ആൾക്കൊരു സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ റൈറ്റ് ആണുള്ളത്, ലോസ്റ്റ് ഗുഡ്സ് ആൾക്കുള്ള റൈറ്റ് എന്താണ്. ദെൻ വാലിഡ് പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ്, ജനറലി നോൺ ഓണേഴ്സിന് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഏത് നോൺ ഓണർക്കൊക്കെയാണ് പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ വാലിഡ് പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ്. ഈ ചാപ്റ്ററിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് discuss the essentials of a valid bailment and explain the rights and duties of bailee. Valid bailmentന്റെ essential elements എന്തൊക്കെയാണ്, വാലിഡ് ബെയിൽമെന്റ് എസെൻഷ്യൽ എലമെന്റ്സും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലി എന്താണ്, ബെയിലിയുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ കോൺട്രാക്ട് ഓഫ് ഏജൻസി, അടുത്ത സ്പെഷ്യൽ കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഈ ചാപ്റ്ററിൽ കവർ ചെയ്ത ടോപ്പിക്സ് മീനിങ് ആൻഡ് ക്രിയേഷൻ ഓഫ് ഏജൻസി, കീ ടോപ്പിക്സിൽ വരുന്ന മീനിങ് ആൻഡ് ക്രിയേഷൻ ഓഫ് ഏജൻസി, എന്താണ് ഒരു ഏജൻസി, എങ്ങനെയാണ് ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഏജന്റ് ആൻഡ് ദെയർ അതോറിറ്റി, ടൈപ്സ് ഓഫ് ഏജന്റ് ആൻഡ് ദെയർ അതോറിറ്റി, ഏജന്റിന്റെ ടൈപ്സ് എന്താണ്, അതോറിറ്റി എന്തൊക്കെയാണ്. ദെൻ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ, ഒരു ഏജൻസിനെ എങ്ങനെയാണ് റാറ്റിഫിക്കേഷൻ വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. ടെർമിനേഷൻ ആൻഡ് ഇർറിവോക്കബിൾ ഏജൻസി, ഏജൻസിനെ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക, എപ്പോഴാണ് ഏജൻസി ഇർറിവോക്കബിൾ ആവുന്നത്. ദെൻ സബ് ഏജന്റ് വേഴ്സസ് സബ്സ്റ്റിറ്റ്യൂട്ടർ ഏജന്റ്, സബ് ഏജന്റ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ടർ ഏജന്റ് എന്താണ്, കീ ടോപ്പിക്സ് ആണ്. ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് ഫോർ വാലിഡ് റാറ്റിഫിക്കേഷൻ. എന്താണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ആൻഡ് എന്താണ് കണ്ടീഷൻസ് ഫോർ എ വാലിഡ് റാറ്റിഫിക്കേഷൻ, പലപ്പോഴും കാണാറുള്ളതാണ്. ദെൻ അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ അടുത്ത യൂണിറ്റ് ആണ് പാർട്ട്ണർഷിപ്പ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് 12, അടുത്ത ബ്ലോക്ക് പാർട്ട്ണർഷിപ്പ്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. അതിലെ കീ ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, മീൻസ് ഒരു ബിസിനസിനെ പാർട്ട്ണർഷിപ്പ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, രജിസ്ട്രേഷൻ പ്രൊസീജിയർ, ഒരു പാർട്ട്ണർഷിപ്പിനെ എങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ദെൻ എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ ആൻഡ് എക്സംഷൻസ്, ചില കേസുകളിൽ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എന്താണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം. ആൻഡ് ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് ദ എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ. സോ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതിന്റെ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷനും
എപ്പോഴും വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് വേണം, അതിൽ പാർട്ട്നേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം, നമ്മൾ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറ്റുക? എഫക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്. അടുത്ത യൂണിറ്റിലും കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന്റെ ഡ്യൂട്ടീസും പാർട്ട്നേഴ്സിന്റെ റൈറ്റ്സും. ദെൻ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് പാർട്ട്നർ, പാർട്ട്ണറുടെ ഇംപ്ലൈഡ് അതോറിറ്റി എന്തൊക്കെയാണ്? ആക്റ്റീവ് പാർട്ട്ണർ എന്താണ്? സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്താണ്? മൈനർ പാർട്ട്ണർ എന്താണ്? നോമിനൽ പാർട്ട്ണർ എന്താണ്? പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്താണ്? ദെൻ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ. ഇൻകമിങ് പാർട്ട്ണറുടെ ഡ്യൂട്ടീസ് എന്താണ്? ഔട്ട് ഗോയിങ് പാർട്ട്ണറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇതിന് കീ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ, എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുക. ദെൻ ഡിസോൾയൂഷൻ വേഴ്സസ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് വേഴ്സസ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ദെൻ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്, എങ്ങനെയാണ് അക്കൗണ്ട്സ് സെറ്റ് ചെയ്യേണ്ടത്? ആദ്യം ആർക്ക് കൊടുക്കണം, അവസാനം ആർക്ക് കൊടുക്കണം. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആഫ്റ്റർ ഡിസൊല്യൂഷൻ, ഡിസൊല്യൂഷന് ശേഷം റൈറ്റ്സും ഒബ്ലിഗേഷനും എന്തൊക്കെയാണ്? സോ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മോഡ് ഓഫ് ഡിസൊല്യൂഷൻ. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് വാട്ട് ആർ ദി ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ? നമുക്ക് ഡിസൊല്യൂഷൻ അറിയാം, ബൈ ദ ഓർഡർ ഓഫ് കോഡ്, ബൈ നോട്ട് വിത്തൗട്ട് ദി ഓർഡർ ഓഫ് കോഡ്, അത് രണ്ടും. പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും വെരി ഇമ്പോർട്ടന്റ്. ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP, യൂണിറ്റ് നമ്പർ 15 LLP. സോ യൂണിറ്റ് നമ്പർ 15 നമ്മൾ മെയിൻ ആയിട്ട് കണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP, ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ദെയർ ലിമിറ്റേഷൻ. സോ LLPയുടെ ഫീച്ചേഴ്സ് എന്താണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ LLPയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്കറിയാം നോർമൽ പാർട്ട്ണർഷിപ്പ് അല്ല LLP. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്, പാർട്ട്ണർഷിപ്പിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? പാർട്ട്ണർഷിപ്പിന്റെ ലിമിറ്റേഷൻസ് എന്താണ്? സോ ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് LLP ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ്. LLPയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? LLP എന്താണ്? ഇനി നമ്മുടെ ഫിഫ്ത്ത് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടില് ഫസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് നമ്പർ 16 നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇതിൽ നമ്മൾ കണ്ടു ഗുഡ്സ് എന്താണ്? ഗുഡ്സ് എന്ന് പറയുമ്പോൾ മൂവബിൾ ഗുഡ്സ് ആണ്, ഇമ്മൂവബിൾ ഗുഡ്സ് അല്ല. സോ ഗുഡ്സ് എന്താന്ന് കണ്ടു. ദെൻ എഗ്രിമെന്റ് വേഴ്സസ് സെയിൽ വേഴ്സസ് എഗ്രിമെന്റ് ടു സെൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് എഗ്രിമെന്റ് ടു സെല്ലും കോൺട്രാക്ട് ഓഫ് സെയിലും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഗുഡ്സ് കണ്ടു, എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിജന്റ് ഗുഡ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഗുഡ്സ്? ആ ഓരോ ഗുഡ്സിന്റെയും ടൈപ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി പല കാര്യങ്ങളും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ. സോ ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഗുഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. എന്താണ് ഒരു ഗുഡ്സ്? ഡിഫൈൻ ഗുഡ്സ്, അതേപോലെ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. സോ നമ്മൾ ഗുഡ്സ് എന്താന്ന് പറയണം, ദെൻ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്. നമുക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സ് അറിയാം, ഫ്യൂച്ചർ ഗുഡ്സ് അറിയാം, കണ്ടിജന്റ് ഗുഡ്സ് അറിയാം. ക്ലിയർ? Yes, moving to next unit, unit number 17, conditions and warranties. അതിൽ നമ്മൾ കണ്ട ടോപ്പിക്സ് ഇതിൽ സിമ്പിൾ ആയിട്ട് ആകെ കണ്ടീഷൻസും വാറണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇംപ്ലൈഡ് കണ്ടീഷൻ, അതേപോലെ എന്താണ് ക്യാവിറ്റ് ടെംപ്റ്റർ ആൻഡ് എക്സംഷൻസ് എന്ന് മാത്രം മെയിൻ ആയിട്ട് നമുക്കുള്ളത്. സോ അതില് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കണ്ടീഷൻസ് ആൻഡ് വാറണ്ടി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഷുവർ ആയിട്ട് വരുന്ന സാധനം കണ്ടീഷൻ എന്താണ്, വാറണ്ടി എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ദെൻ വാട്ട് ഈസ് ഡോക്ട്രൈൻ ഓഫ് ക്യാവിറ്റ് ടെംപ്റ്റർ ആൻഡ് അതിന്റെ എക്സംഷൻസ് എന്താണ്, ഡോക്ട്രൈൻ ഓഫ് ക്യാവിറ്റ് ടെംപ്റ്റർ എന്താണ്, അതിന്റെ എക്സംഷൻസ് എന്താണ്. ദെൻ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ
യൂണിറ്റ് നമ്പർ 18 ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി. സോ സെയിൽ ഓഫ് ഗുഡ്സിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്, ഒന്ന് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, പിന്നൊന്ന് ഡെലിവറി. സോ ഇതിൽ നമ്മൾ കണ്ട കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി, അതേപോലെ സെയിൽ ബൈ നോൺ ഓണേഴ്സ് ആൻഡ് ദ റൈറ്റ് ഓഫ് ബയ്യർ ആൻഡ് സെല്ലർ ഓൺ ഷോർട്ട് എക്സസ് മിക്സഡ് ഡെലിവറി. സോ ഏത് നോൺ ഓണർക്കാണ് സെല്ല് ചെയ്യാൻ പറ്റുക, ദെൻ ഓണർഷിപ്പ് ആൻഡ് ഡെലിവറിയുടെ റൂൾസ് എന്താണ്, ദെൻ ഷോർട്ട് ഡെലിവറി എന്താണ്, എക്സസ് ഡെലിവറി എന്താണ്, മിക്സഡ് ഡെലിവറി എന്താണ്. സോ ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റൂൾസ് റിലേറ്റിംഗ് ടു ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് റൂൾസ് എന്താണ്, ഓരോ പ്രൊഡക്റ്റും എപ്പോഴാണ് ഡെലിവറി ചെയ്തതായിട്ട് കണക്കാക്കുക. ദെൻ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ആരാണ് ഒരു അൺപെയ്ഡ് സെല്ലർ? സോ ഡെഫിനിഷൻ ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ കീ ടോപ്പിക്സിലെ മെയിൻ പോയിന്റ് ആണ്. ഡെഫിനിഷൻ ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ, റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദി ഗുഡ്സ് ആൻഡ് അഗെയിൻസ്റ്റ് ദി ബയ്യർ. അൺപെയ്ഡ് സെല്ലർക്ക് ഗുഡ്സിന് അഗെയിൻസ്റ്റും അതേപോലെ ബയ്യർക്ക് അഗെയിൻസ്റ്റും ഉള്ള റൈറ്റ് എന്താണ്. ദെൻ റൈറ്റ് ഓഫ് ലീൻ, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് റീസെയിൽ. നമുക്കറിയാം റൈറ്റ് ഓഫ് ലീൻ ഉണ്ട്, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്, അതേപോലെ റീസെയിൽ ഉണ്ട്. സോ റൈറ്റ് ഓഫ് ദി അൺപെയ്ഡ് സെല്ലർ. ദെൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ, എക്സ്പ്ലെയിൻ ദ റൈറ്റ് അഗെയിൻസ്റ്റ് ദി ഗുഡ്സ്. നമുക്കറിയാം റൈറ്റ് സെല്ലർക്ക് റൈറ്റ്സ് അഗെയിൻസ്റ്റ് ബയ്യർ ഉണ്ട്, റൈറ്റ് അഗെയിൻസ്റ്റ് ദി ഗുഡ്സ് ഉണ്ട്. സോ അതിൽ റൈറ്റ് അഗെയിൻസ്റ്റ് ദി ഗുഡ്സ് എന്താണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് ഈസ് ലാസ്റ്റ് ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അതിലെ യൂണിറ്റ് 20 വരുന്ന ടോപ്പിക്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇറ്റ്സ് പാർട്ടീസ്, ഡിഫിനിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, വാട്ട് ഈസ് എ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്, ആൻഡ് പാർട്ടീസ് ടു ദ ഇൻസ്ട്രുമെന്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പാർട്ടീസ് ആരൊക്കെയാണ്, പ്രോമിസറി നോട്ടിന്റെ പാർട്ടീസ് ആരൊക്കെയാണ്, ചെക്കിന്റെ പാർട്ടീസ് ആരൊക്കെയാണ്. ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ പ്രോമിസറി നോട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോമിസറി നോട്ട് ആൻഡ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് പ്രോമിസറി നോട്ട്, പ്രോമിസറി നോട്ടിന്റെ ഫീച്ചേഴ്സ് എന്താ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോമിസറി നോട്ട് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ പ്രോമിസറി നോട്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഇനി നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് നമ്പർ 21 പ്രോമിസറി നോട്ട്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്സ്. സോ ഇതിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് എന്താണ്, ബിൽ, ടൈപ്പ് ഓഫ് ബിൽസ്, ടൈപ്പ് ഓഫ് ചെക്സ്, ദെൻ ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ദെൻ പ്രിവിലേജസ് ഓഫ് എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് എന്താണ് പ്രത്യേകത, ഇൻകോയേറ്റ് ഇൻസ്ട്രുമെന്റ്. സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഹോൾഡറും ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ആൻഡ് വാട്ട് ആർ ദി പ്രിവിലേജസ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എൻജോയ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് എന്തൊക്കെ പ്രിവിലേജസ് ആണ് ഉള്ളത്. സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. Then moving to next unit, that is negotiation, unit number 22, negotiation. So ഇതിലുള്ള ടോപ്പിക് നെഗോസിയേഷനും അസൈൻമെന്റും തമ്മിലുള്ള അതിന്റെ മീനിങ് എന്താണ്. Then types of endorsement. Endorsement നമുക്ക് endorsement എന്നും കൂടി പറയാം. Endorsement അല്ലെങ്കിൽ endorsement, type of endorsement. Then lost instrument and rules. ഒരു ഇൻസ്ട്രുമെന്റ് ലോസ് ആയി കഴിഞ്ഞാൽ അതിന്റെ റൂൾസ് എന്തൊക്കെയാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ നെഗോസിയേഷൻ ആൻഡ് അസൈൻമെന്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദം ടു. നമ്മൾ കണ്ടു നെഗോസിയേഷൻ എന്തിനാണ്, അസൈൻമെന്റ് എന്തിനാണ്, അത് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ യൂണിറ്റ് 23 പ്രസന്റേഷൻ ആൻഡ് ഡിസ്ചാർജ്. എന്താണ് പ്രസന്റേഷൻ, എന്താണ് ഡിസ്ചാർജ്. Then rules regarding presentation for acceptance and payment, then discharge of instrument and parties, then noting and protest. So ഇത് മൂന്നുമാണ് ഇതിൽ നോക്കാനുള്ള കീ ടോപ്പിക്സ്. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ റൂൾസ് റിഗാർഡിംഗ് presentment for acceptance of a bill of exchange. bill of exchange പ്രസന്റ് അക്സെപ്റ്റൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ യൂണിറ്റ് 23 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടത് മൊത്തം നമ്മുടെ ഈ ഒരു സിലബസിന്റെ, നമ്മുടെ ബിസിനസ് ലോകം സിലബസിന്റെ മൊത്തം ഒരു ഓവർവ്യൂ ആണ്. ടോട്ടൽ 23 യൂണിറ്റ്സ് ഉണ്ട്. ആ യൂണിറ്റ്സിൽ നമ്മൾ ഓരോന്നിലും കീ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലായി. അത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. നമുക്കറിയാം നമുക്ക് 100 മാർക്സിനാണ് വരുന്നത്. സോ മാക്സിമം 20 മാർക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഒരു 20 മാർക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതിയാൽ
തീരുന്നില്ല, മാർക്ക് കിട്ടില്ല. സോ അതിന് അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. സോ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും എഴുതണം. ആ പോയിന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എഴുതണം. സോ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ട് എ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ സീരീസിലെ പാർട്ട് എ ആണ്. സോ പാർട്ട് ബിയിൽ ഒരു പാർട്ട് ബി ഉണ്ട്. പാർട്ട് ബിയിൽ നമ്മൾ ഈ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, സോ മാക്സിമം ഔട്ട് ഓഫ് 20യിൽ 20 കിട്ടാൻ തന്നെ മാക്സിമം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്. പക്ഷെ ആ വീഡിയോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായി, ഇനി നിങ്ങൾക്ക് ആൻസറും കൂടി എഴുതേണ്ടത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ ആ ക്ലാസ്സിനുള്ള ആക്സസ് കിട്ടുന്നതായിരിക്കും. സോ പരമാവധി നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി മാക്സിമം മാർക്ക് കിട്ടുന്ന രീതിയിൽ എഴുതണം. സോ എങ്ങനെ എഴുതാന്നുള്ളത് ആ വീഡിയോയിൽ നമുക്ക്